എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. സ്വിംഗ് ട്രേഡിങ്ങിന് നമ്മൾ അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, സോ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ ഫിൻനിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, ഓക്കെ, ഓപ്ഷൻ ബൈയിങ് അതല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നവർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, ICT കോൺസെപ്റ്റ് അല്ലെങ്കിൽ SMC കോൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നിഫ്റ്റി 50യുടെ 24,854 രൂപയാണ്. ഓക്കെ, ഇത് ഓൾറെഡി ഒരു അപ്പിന്ന് മാർക്കറ്റ് ഡൗണിൽ വന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് ടച്ചർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് ടച്ചർ നൽകിയ ശേഷം മാർക്കറ്റ് മുകളിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും മാർക്കറ്റ് ഡൗൺ വന്ന് ഈ ഒരു സ്വിംഗ് ലോയും കൂടെ ബ്രേക്ക് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. സോ വീക്ക്ലി എക്സ്പയറി എന്ന രീതിയിൽ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി മുകളിലേക്ക് മേ ബി പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ലിക്വിഡിറ്റിയും കൂടെ ടേക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും താഴേക്ക് ഇറങ്ങുന്നതാണ്. ഓക്കെ, സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീക്ക്ലി എക്സ്പയറി എടുത്ത് എന്താ പറയുക, പ്രീമിയം എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് മന്ത് എൻഡ്, ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്, നിങ്ങൾക്ക് നവംബർ മന്ത് എൻഡ് എക്സ്പയറി എടുത്ത് ട്രേഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അതുപോലെ ഡിസംബർ മന്തിൻ്റെ എക്സ്പയറി എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ വീക്ക്ലി എക്സ്പയറി എടുക്കുന്നവരാണെങ്കിലും മന്ത്ലി എക്സ്പയറി എടുക്കുന്നവരാണെങ്കിലും നിഫ്റ്റി ഒരു മാസം എത്ര പോയിൻറ്റ്സ് മൂവ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ ഇതിന് മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു മാസം എത്ര പോയിൻറ്റ്സ് മൂവ് ചെയ്യുന്നുള്ളത്. സോ ആ ഒരു കാൽക്കുലേഷൻസ് നിങ്ങൾ നിഫ്റ്റിയിലും എടുക്കണം, ഫിൻനിഫ്റ്റിയിൽ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ എടുക്കുക തന്നെ വേണം. ഓക്കെ, യാഹു ഫിനാൻസിൽ പോയിട്ട് എടുക്കുന്ന ആ ഒരു രീതി ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഏത് വീഡിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിഫ്റ്റി വന്നിട്ട് ഒരു മാസത്തിൽ ഒരു 750 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 1000 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ആണ് ഒരു ആവറേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീക്കിലെ എക്സ്പയറി എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രീമിയം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും 1000 പോയിൻറ്റ്സിൻ്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ 2000 പോയിൻറ്റ്സോ 2500 പോയിൻറ്റ്സിന് അപ്പുറത്തുള്ള ഒരു പ്രീമിയം സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. നമ്മളൊരു 2000 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രീമിയം ഔട്ട് ഓഫ് ദി മണി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ എടുക്കുന്ന എക്സ്പയറി എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ഡേറ്റിൽ നിന്നും, നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ നിന്നും 30 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പയറി ആയിരിക്കണം. അതും അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പയറി ആയിരിക്കണം. ഓക്കെ, നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ 1000 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 2000 പോയിൻറ്റ്സ്, മാക്സിമം 2500 പോയിൻറ്റ്സിൻ്റെ അപ്പുറം എടുക്കുകയാണെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ആയിരിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾ ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, കോൾ ഓപ്ഷൻ ബൈയിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് ഒന്നും കൂടി ഡൗണിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ എടുത്തിട്ട് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നിഫ്റ്റിയുടെ കേസിൽ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇതൊരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. പക്ഷേ ഇതിലേക്ക് മാർക്കറ്റ് ഒരു പ്രാവശ്യം പോലും താഴെ വന്ന് ഇതിൽ ടച്ച് ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതും നമ്മൾ മനസ്സിൽ എപ്പോഴും കരുതിയിരിക്കണം. സോ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന സമയത്ത്, നല്ല ഹൈയിലെത്തുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ നിങ്ങൾ തൊട്ടടുത്ത എക്സ്പയറിയോ അതിൻ്റെ അടുത്തുള്ള എക്സ്പയറിയിലേക്ക് വാങ്ങാതിരിക്കുക. കാരണം ചില ദിവസങ്ങളിൽ അക്യുമുലേഷൻ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വീണ്ടും അവിടെ തന്നെ നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. താഴെ ഇറങ്ങുന്നത് പോലെ കാണിക്കും, എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്ന രീതിയിൽ കാണിക്കും. പുട്ട് ഓപ്ഷനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് പ്രകാരം പുട്ട് ഓപ്ഷൻ, അതായത് നവംബർ മന്തിൻ്റെ പുട്ട് ഓപ്ഷനും അതുപോലെ ഡിസംബർ മന്തിൻ്റെ പുട്ട് ഓപ്ഷനും നിങ്ങൾ ഒരു 1000 പോയിൻറ്റ്സോ അല്ലെങ്കിൽ ഒരു 1500 പോയിൻറ്റ്സിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അതിപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിലാണെങ്കിലും ഓപ്ഷൻസ് ട്രേഡിങ്ങിലാണെങ്കിലും നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരു മാസം നമുക്ക് 10% അച്ചീവ് ചെയ്താൽ മതി. കാരണം ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർ ഭൂരിഭാഗം പേരും ഇട്ട പൈസ ഡബിളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു 50% ഇട്ടം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഒരു 5000 രൂപ ഇട്ടിട്ട് ഒരു 7500 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ട് എന്ന് വെയിറ്റ് ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും. അതും ഈ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ നിഫ്റ്റിയൊക്കെ ചെയ്യുന്നവർ 5000 പോയിൻറ്റ്സിൻ്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രൈസ്, കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടി കിട്ടുന്ന സ്ട്രൈക്ക് പ്രൈസ് എടുത്തിട്ട് പ്രീമിയം എടുത്തിട്ട് ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നമുക്ക് 10% കിട്ടുമോ
അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ക്യാപിറ്റലിൽ 10% കിട്ടിക്കഴിഞ്ഞാൽ അത് അച്ചീവബിളാണ്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന രീതിയിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ പറ്റും എന്ന് ഉറപ്പുള്ളവർ, റിസ്ക് കൂടുതലാണ്, എക്സ്പയറി ടൈമിൽ 0 ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട്, നിങ്ങൾ ട്രേഡ് ചെയ്ത് ഇത്രയും ദിവസത്തെ ഒരു ട്രേഡിംഗ് ജേണി കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു 10% അച്ചീവബിൾ ആവാൻ പറ്റും. 30 ദിവസത്തിൽ നല്ലൊരു എൻട്രി കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലും ആ ഒരു സ്വിംഗ് ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്ഷൻസിൽ മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഇനി മുകളിലേക്ക് കയറിയിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ ടേക്ക് ചെയ്തിട്ട് ഇറങ്ങാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ചെയിൻ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഇപ്പോൾ കറണ്ട് വരുന്ന എക്സ്പയറി എന്ന് പറയുന്നത് October 24 ബട്ട് എല്ലാം ഏകദേശം ഒരു 1000 പോയിൻറ്റ്സിൻ്റെ, ഇപ്പോൾ നമുക്ക് 4 ദിവസത്തെ ഒരു ഡിഫറൻസേ ഉള്ളൂ. 4 ദിവസം കൊണ്ട് 1000 പോയിൻറ്റ്സ് ഒരിക്കലും മൂവ് ആവില്ല. ഓക്കെ, പിന്നുള്ളത് October 31, അത് ഏകദേശം ഒരു 10 ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. 10 ദിവസം നമുക്കൊരു 1000 പോയിൻറ്റ്സ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും 24,850, അപ്പോൾ ഒരു 1000 പോയിൻറ്റ്സ് 23,850 ഈ ഒരു റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ പോലും 16 രൂപയാണ് ആ ഒരു പ്രീമിയം വന്നിരിക്കുന്നത്. ഓക്കെ, 16 രൂപ 15 രൂപ ഈ ഒരു പ്രീമിയത്തിൽ നമ്മളിപ്പോൾ ഒരു എൻട്രി എടുക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 16 രൂപയുടെ 10% ആയിരിക്കണം. അതായത് 1 രൂപ 50 പൈസ അല്ലെങ്കിൽ 1 രൂപ 60 പൈസ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അങ്ങനെ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1 മന്ത് 10% വെച്ച് അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റ് 5K എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് 10% വെച്ച് അടുത്ത 5 വർഷത്തേക്ക്. സ്വിംഗ് ട്രേഡിംഗ് ആയതുകൊണ്ട് റിസ്ക് കുറവാണ്, ബട്ട് ഇതിൽ റിസ്ക് കൂടുതലാണ്. പക്ഷേ പെട്ടെന്ന് പ്രൈസിൽ മൂവ്മെൻറ്റ്സ് വരുന്നതുകൊണ്ട് നമുക്ക് 10% കിട്ടാനുള്ള പോസിബിലിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ് സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിനെ ഉപേക്ഷിച്ച്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രീവിയസ് വീഡിയോ പ്രൊജക്റ്റ് 5K എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോൾ നിങ്ങൾ ഏത് മാസത്തിൽ തുടങ്ങുകയാണെങ്കിൽ പോലും നമുക്കൊരു 5000 രൂപ മാത്രം റിസ്ക് വെച്ചിട്ട് നമ്മൾ 10% മന്ത്ലി 10% വെച്ച് അച്ചീവബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ഒരു 5 years അല്ലെങ്കിൽ ഒരു 6 years കൊണ്ട് 76 മാസം കൊണ്ട് നമ്മൾ ഒരു 50 lakhs എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇത് മൊത്തം ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് മാസം നമുക്ക് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ആയിക്കഴിഞ്ഞാൽ 0 പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് 0 ആവില്ല. ഓക്കെ, നമ്മളൊരു മന്ത് എൻഡ് എക്സ്പയറി അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പയറിയാണ് നമ്മൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ 0 ആവില്ല. 50% ഒരു ലോസ് വരാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ ഒരു 50% ലോസ് ആവാനുള്ള പോസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആവും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സിറ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അവിടെ നമ്മൾ എമോഷൻസ് കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്യാലോ അല്ലെങ്കിൽ പേഷ്യൻസോടെ ഹോൾഡ് ചെയ്തിട്ട് വരും എന്ന പ്രതീക്ഷയോടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ പ്ലാൻ എ വർക്കൗട്ട് അല്ലെങ്കിൽ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഇപ്പം ചില ആൾക്കാർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കറിയാം മന്ത്ലി 10% അച്ചീവബിൾ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ട്രേഡിൽ ഒരു 10% അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരുപാട് പേരുണ്ടാവും. 10% കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് അത് നമ്മൾ നമ്മുടെ ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ഇട്ട എൻട്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി 20% നമുക്ക് ഡൗൺ വന്നു അല്ലെങ്കിൽ 50% ഡൗൺ വന്നു. പക്ഷേ എന്നാലും നമുക്ക് ഇനി ഒരു മാസം നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോഫിറ്റ് കിട്ടിയ കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് നമുക്ക് വീണ്ടും ആവറേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ നമ്മൾ വീണ്ടും ബൈ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് ആയി പോകും. ഓക്കെ, അപ്പോൾ ആവറേജ് ആവുന്ന സമയത്ത് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കുറഞ്ഞു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 1-2 പ്ലാൻ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പ്ലാനോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. മന്ത്ലി എക്സ്പയർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ നിഫ്റ്റി ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സുകളും വീക്കിലി എക്സ്പയറി എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസം തൊട്ട് വീക്കിലി എക്സ്പയറി ഉണ്ടാവുന്നില്ല, നിഫ്റ്റി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് വീക്കിലി എക്സ്പയറിയിൽ ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ്, നിങ്ങൾ എടുക്കുന്ന പ്രീമിയം, നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ് എത്ര ദിവസത്തെ എക്സ്പയറി ഡിഫറൻസാണ് വരുന്നത് നോക്കുക. ആവറേജ് ഒരു മാസം എത്ര പോയിൻറ്റ്സാണ് ആവറേജ് മൂവ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വരും, 20 ട്രേഡിംഗ് ഡേയ്സാണ് ഒരു മാസത്തിൽ. അപ്പോൾ ഒരു ദിവസം എത്ര മൂവ്മെൻറ്റ് വരുന്നുള്ളത് നമ്മുടെ കറക്റ്റായിട്ട് കാൽക്കുലേഷൻസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.